ഈ ഞായറാഴ്ചത്തെ പത്രത്തിൽ മലയാള മനോരമ ദിനപത്രം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു കൊലച്ചതിയാണ് ചെയ്തത്. മേപ്പടി പത്രം പലപ്പോഴും പിണറായിക്കിട്ട് പണി കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി കൂടിപ്പോയി. ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ആണെന്ന് തോന്നുന്നു, ചെന്നൈയിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ മണ്ഡലം പുനർനിർണയത്തിനെതിരായിട്ട് ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം ചേർന്നു. ആന്ധ്ര മുഖ്യമന്ത്രി പങ്കെടുത്തില്ല, കാരണം അദ്ദേഹം BJP ആളാണല്ലോ, അദ്ദേഹം വരില്ലല്ലോ. കേന്ദ്രത്തിൻ്റെ തീരുമാനത്തിനെതിരെയാണല്ലോ ഇവിടെ പോരാട്ടം നടക്കുന്നത്, അപ്പോൾ അദ്ദേഹം വന്നില്ല. അതുപോലെ തന്നെ മമതാ ബാനർജിയും വന്നില്ല. അതെന്തോ വേറെ അസൗകര്യം കൊണ്ടാണെന്ന് പറയുന്നു. എന്തായാലും ഈ യോഗത്തിൻ്റെ നടത്തിപ്പും കൈകാര്യകർത്താവും കാരണഭൂതരുമെല്ലാം നമ്മുടെ MK സ്റ്റാലിനായിരുന്നു, തമിഴ്നാട് മുഖ്യമന്ത്രി. കേന്ദ്രം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വലിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുക. അതിനോടൊപ്പമാണ് ഈ മണ്ഡല പുനർനിർണയത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം, അദ്ദേഹം തുടങ്ങി വെച്ച യുദ്ധം. അതിൽ പങ്കെടുക്കുന്നതിന് തെക്കേ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും അദ്ദേഹം ക്ഷണിച്ചു. നമ്മുടെ പിണറായി വിജയനും അവിടേക്ക് പോയി യോഗത്തിൽ പങ്കെടുത്തു, ഗംഭീരമായൊരു പ്രസംഗമൊക്കെ നടത്തി. ആ യോഗത്തിൻ്റെ റിപ്പോർട്ടിന് മനോരമ കൊടുത്ത ഹെഡിങ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വലിയ പണിയായി പോയി എന്ന്. അതിൻ്റെ ശീർഷകം സ്റ്റാലിനെ തെക്കൻ തലൈവർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു. തെക്കൻ തലൈവർ, അതായത് നമ്മുടെ പിണറായി അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുതിയ നായകൻ, തലൈവർ, അതാണ് MK സ്റ്റാലിൻ. അതെങ്ങനെ നമ്മൾ മലയാളികൾക്ക് സ്വീകരിക്കാൻ പറ്റും? നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുകയാണ്, അദ്ദേഹം ഒരു പ്രധാന തലൈവറാണ്. അദ്ദേഹത്തിൻ്റെ മുകളിൽ സ്റ്റാലിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഈ മലയാള മനോരമ തെക്കൻ തലൈവർ എന്നൊരു കാച്ചിയത്. സത്യം പറഞ്ഞാൽ ചങ്കിൽ കൊള്ളുന്നൊരടിയായിപ്പോയി. മനോരമയല്ലേ, പിണറായി കിട്ടിങ്ങനെ ഒരു പണി കൊടുക്കാൻ അവസരം കിട്ടിയാൽ ചെയ്യും എന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ കൂട്ടത്തിൽ മലയാള മനോരമയിലെ പണ്ടേതോ ഒരു പത്രാധിപർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നോ മറ്റോ പറയുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് എന്നൊരു പഴങ്കഥയുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അന്നേരം ആവർത്തിക്കാം. പക്ഷേ നമ്മുടെ ചരിത്രം നോക്കുമ്പോൾ പിണറായി വിജയനോട് അത്യാവശ്യം ഇഷ്ടം കാണിച്ചിട്ടുള്ളൊരു പത്രം തന്നെയാണ് മലയാള മനോരമ. പാർട്ടിയെ വിമർശിക്കും, പാർട്ടി നയിക്കുന്ന സർക്കാരിനെ വിമർശിക്കും, പിണറായിയെ വിമർശിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സ്നേഹം, ഒരു ഇഷ്ടം പിണറായിയോട് മനോരമയ്ക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ വരികൾക്കിടയിൽ വായിച്ചാൽ മനസ്സിലാക്കും. ആ മനോരമയാണ് ഈ ചതി ചെയ്തിരിക്കുന്നത്. ഒരു പഴയ കഥ ഇവിടെ പറയാം. പിണറായിയുടെയും VSൻ്റെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ ശണ്ട നടക്കുന്ന കാലം, അതിരൂക്ഷമായിട്ട് തുടരുന്ന സമയത്താണ് 2005 പാർട്ടി സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് നടക്കുന്നത്. അന്നവിടെ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ VS പക്ഷത്തെ വെട്ടിനിരത്തലിൻ്റെ ആശാനായിരുന്നു VS. ആ VSനെ വെട്ടിനിർത്തിക്കൊണ്ട് പിണറായി വിജയൻ വിജയ ശ്രീലാളിതനായിട്ട് പുറത്തു വന്നു. അന്ന് ഫെബ്രുവരി 23 പത്രത്തിൽ മലയാള മനോരമ കൊടുത്ത ഹെഡിങ് വിജയൻ മിന്നൽ പിണറായി എന്നായിരുന്നു. 8 കോളത്തിൽ, ഒന്നാം പേര് 8 കോളത്തിൽ, ആ പത്രത്തിൻ്റെ 8 കോളം വീതിയിൽ നിൽക്കാവുന്നത്ര വലുപ്പത്തിൽ ഫോൺ സൈസിൽ അച്ചു നിരത്തി അന്ന് മനോരമ പിണറായി വിജയൻ മിന്നൽ പിണറായി. അത് പിന്നെ അതൊരു നമ്മുടെ ഇന്നത്തെ ഈ ഡിജിറ്റൽ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് വൈറലായി. ആളുകൾ ആവർത്തിച്ച് പിണറായി വിജയൻ ഒരു മിന്നൽ പിണറായിട്ട് വാസ്തവത്തിൽ മാറി. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ മലയാള മനോരമ കോഴിക്കോട് ഹോർത്തൂസ് എന്ന പേരിൽ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പത്രങ്ങളുടെ പ്രദർശനം ഉണ്ടായിരുന്നു. അതിൽ ഈ പത്രവും പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ പത്രത്തിൻ്റെ കോപ്പി കണ്ടിട്ട്, അല്ലെങ്കിൽ പ്രദർശിപ്പിച്ച ആ പത്ര കോപ്പി കണ്ടിട്ട് മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് അങ്ങനെ രോമാഞ്ച കഞ്ചുകിതനായി നിൽക്കുന്ന ചിത്രവും മലയാള മനോരമ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ മനോരമയാണ് പിണറായി വിജയൻ കൂടെ പങ്കെടുത്ത മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗത്തിന് സ്റ്റാലിൻ തെക്കൻ തലൈവർ എന്ന തലക്കെട്ട് കൊടുത്തത്. നമ്മളിവിടെ പല പട്ടങ്ങളും ബഹുമതികളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാ. ആദ്യം നമ്മൾ ആഗ്രഹിച്ചത് കേരളത്തിലെ നവോത്ഥാന നായകരുടെ പട്ടികയിൽ
ശ്രീനാരായണ ഗുരു അടക്കമുള്ളതാണ് ആ പട്ടിക. ആ പട്ടികയിലെ അവസാന പേരുകാരനാവാനാണ് ശ്രമിച്ചത്. അതിന് അവസരം ഉണ്ടായത് ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധിയൊക്കെ വന്നല്ലോ. അപ്പൊ ചാടിക്കേറി സ്ത്രീകളുടെ ശബരിമല പ്രവേശനത്തിന് വേണ്ടി അങ്ങ് നിന്നു. സ്ത്രീ സ്വാതന്ത്ര്യം, അവരുടെ തുല്യത, അതിനുവേണ്ടി രംഗത്തിറങ്ങി. വലിയ എതിർപ്പൊക്കെ ഉണ്ടായി. ഈ RSSും BJPയും ഒക്കെ എതിർത്തു. കോൺഗ്രസ്സുകാരൊക്കെ നിശബ്ദമായിട്ട് എതിർത്തു, അല്ലെങ്കിൽ എതിർപ്പിന്റെ പക്ഷത്തായിരുന്നു. ഏതായാലും 2 സ്ത്രീകളെ ഒരു തരത്തിൽ സന്നിധാനത്തെത്തിച്ചു. അത്രയും വിജയമുണ്ടായി. പക്ഷെ സംഗതി ഉൾട്ടായിപ്പോയി. വിശ്വാസികളടക്കമുള്ള, കുലസ്ത്രീകളടക്കമുള്ള കേരള സമൂഹം മുഴുവൻ സർക്കാരിൻ്റെ ഈ നടപടിക്ക് എതിരായിട്ട് തിരിഞ്ഞു. അത് മാത്രമല്ല, അവിടെ ശുദ്ധി കലശമൊക്കെ നടത്തി 2 പേര് വന്നതിൻ്റെ ദോഷം ക്ഷേത്രാധികൃതർ തീർത്തു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. 20-ൽ 19 സീറ്റും പോയി. കാര്യം മനസ്സിലായി. നവോത്ഥാന നായകനായി നിന്നതിൻ്റെ ഫലം പെട്ടെന്നാണ് കിട്ടിയത്. ശബരിമല അയ്യപ്പൻ കൊണ്ടുവന്നാണെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഏതായാലും പെട്ടെന്ന് കിട്ടി. പിന്നെ വീടാന്തരം പ്രവർത്തകരെ അയച്ച് ലേലുവല്ലു 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 എന്ന് മാപ്പ് ചോദിച്ചതിന് ശേഷമാണ് ഒന്ന് അടങ്ങിയത് ഈ കൊടുങ്കാറ്റ്. അതായിരുന്നു ആദ്യത്തെ ശ്രമം, നവോത്ഥാന നായകന്മാരിൽ ഒരാളായി മാറാൻ. രണ്ടാമത് വിചാരിച്ചു, അതോ നടന്നില്ല, ഇനി നമുക്ക് നവകേരള ശില്പികളിൽ ഒരാളാവാം. അതിനുവേണ്ടി എന്തൊക്കെ കലാപരിപാടികളാണ് അരങ്ങേറിയത്. നവകേരള യാത്ര, നവകേരള സദസ്സ്, അതിനു മുമ്പ് ചില വികസന പരിപാടികളെല്ലാം കൂടെ ചേർത്ത് നവകേരള മിഷൻ. കേരളത്തിൻ്റെ വടക്കുനിന്ന് തെക്ക് വരെ ഒരു ആഡംബര ബസ്സിൽ എല്ലാ മന്ത്രിമാരെയും കൂട്ടി ഒരു അശ്വമേധം അല്ലെങ്കിൽ ഒരു എഴുന്നള്ളിപ്പ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അതിൻ്റെയും കച്ചവടം തീർന്നു. പിന്നീട് ആഗ്രഹിച്ചത് വൻകിട വ്യവസായങ്ങൾ അല്ലെങ്കിൽ വൻകിട വികസന പദ്ധതികൾ കേരളത്തിലെത്തിക്കുന്ന വികസന നായകൻ എന്ന പട്ടം നേടാനാണ്. കാരണം നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇതുപോലെ ധാരാളം വൻകിട വികസന പദ്ധതികളുണ്ട്. CPMന്റെ തറവാട്ട് സ്വത്തായ കണ്ണൂരിലെ വിമാനത്താവളം, എറണാകുളത്തെ മെട്രോ, അതുപോലെ തന്നെ അവിടുത്തെ സ്മാർട്ട് സിറ്റി, ഇവിടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം, അങ്ങനെ നിരവധി പദ്ധതികൾ. വിഴിഞ്ഞം ഈ ഗവൺമെന്റിന്റെ കാലത്താണ് പണി നടക്കുന്നത്. അത് അദാനി എന്ന് പറയുന്ന ഒരു സ്വകാര്യ മുതലാളി നടത്തുന്നതാണ്. പക്ഷേ അത് ട്രാക്കിൽ കൊണ്ടുവന്നതാരാ? മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമയത്ത് ആരംഭിച്ച സ്മാർട്ട് സിറ്റി എറണാകുളത്തെ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന, വലിയ വികസന സാധ്യതകൾ ഉണ്ടായിരുന്ന, അത് ഈ സർക്കാരിന്റെ കാലത്ത് തകർത്ത് തരിപ്പണമാക്കി. ആ സമയത്താണ് ഇതുപോലെ ഒരു വൻകിട പദ്ധതി എന്തെങ്കിലും കൊണ്ടുവന്നാൽ ചരിത്രത്തിൽ ഇടം നേടാമെന്ന് നമ്മൾ വിചാരിച്ചത്. അതിനാണ് നമ്മൾ കേരയിൽ കൊണ്ടുവന്നത്. സൂപ്പർസോണിക് വേഗതയിൽ ഒരു തീവണ്ടി. കണ്ണൂരിലെ ഒരു അമ്മച്ചി കണ്ണൂരിലുണ്ടാക്കുന്ന അപ്പവുമായിട്ട് ഈ വണ്ടിയെ കയറിയാൽ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് അത് വിറ്റ് തീർന്നിട്ട് അതേ വണ്ടിയിൽ തിരിച്ചു പോകാൻ പറ്റും. അതായിരുന്നു സ്വപ്നം. പക്ഷെ നാട്ടുകാരെ സമ്മതിച്ചില്ല. അവര് ഈ റെയിൽപാതയുടെ അലൈൻമെന്റിന് വേണ്ടിയിട്ട മഞ്ഞക്കുറ്റികളൊക്കെ ഉണ്ടല്ലോ, അത് നാട്ടുകാർ മുഴുവൻ വലിച്ചു പറിച്ച് കായലിലും കടലിലും പുഴയിലും ഒക്കെ എറിഞ്ഞു. അതോടെ കേരയിൽ എന്ന് പറയുന്ന ഒരു സ്വപ്നം അങ്ങ് അവസാനിച്ചു. ഇനിയിപ്പോൾ വിചാരിക്കുന്നത് പഞ്ചാബിലെ ഒരു സർദാർജിയുടെ സഹായത്തോടെ പാലക്കാട്ട് എലപ്പുള്ളിയിൽ ഒരു ചാരായ നിർമ്മാണശാല തുടങ്ങിയിട്ട് ഇതിൻ്റെ കേട് തീർക്കാവുന്ന. അങ്ങനെ എത്രയെത്ര പട്ടങ്ങൾ, ടൈറ്റിലുകൾ ആഗ്രഹിച്ചതാ, ഒന്നും നടന്നില്ല. അപ്പോൾ ഈ വിദ്വാൻ സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിൻ്റെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചതിൻ്റെ പേരിൽ തെക്ക് നിന്നൊരു തലൈവൻ, അല്ലെ തെക്കിൻ്റെ തലൈവറായിട്ട് മാറിയിരിക്കുന്നു. വാസ്തവത്തിൽ വലിയ ചതിയല്ലേ നടന്നത്? ഇതെങ്ങനെ സഹിക്കും? ഇതെങ്ങനെ ഇതുമായിട്ട് പൊരുത്തപ്പെടും? ഇനി ഏതായാലും മനോരമയിൽ ഈ തലക്കെട്ടിട്ട വിദ്വാനെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് പി ശശിയോട് ചോദിക്കണം. നമ്മൾ ഈ സൈബർ കുറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ ചാർജുകൾ അല്ലെങ്കിൽ ഓരോ വകുപ്പുകൾ ചേർക്കുമല്ലോ. സമൂഹങ്ങൾ, സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചു, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ തമിഴ്നാടും കേരളവും തമ്മിലുള്ള നല്ല ബന്ധം ഇല്ലാതാക്കാൻ, അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു വകുപ്പ് കണ്ടുപിടിച്ച് ആ വിദ്വാനായിട്ടൊന്ന് ചാർത്തണം. ഈ ശശി എന്തെങ്കിലും കണ്ടുപിടിച്ചോളൂ.